ഔപചാരിക ഗുരുകുലമാണ്. 36 കൊല്ലക്കാലം ഹൈസ്കൂളിൽ മലയാള അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം എൻ്റെ വീട് ഒരു വിദ്യാലയമാക്കി ഞാൻ മാറ്റുകയും സർവീസ് പിരിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി മലയാള ഭാഷയ്ക്ക് വേണ്ടി ആയിരിക്കണം ഇനി അങ്ങോട്ടുള്ള എൻ്റെ യാത്ര. അതുകൊണ്ട് തന്നെ സ്വന്തം വീടാണ് ഞാൻ വിദ്യാലയമാക്കി മാറ്റിയത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ സാഹിത്യകാരന്മാരും എൻ്റെ പാഠശാലയിൽ വരും. എൻ്റെ ഭാര്യ വെച്ച് വിളമ്പി കൊടുക്കും. അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അകത്തളത്തിൽ വെച്ച് സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും കഥകളെക്കുറിച്ചും നാടകങ്ങളെക്കുറിച്ചും സംവദിക്കുന്നു. പല സന്ദർഭങ്ങളിലും OMV കുറുപ്പ് വീട്ടിൽ വന്നപ്പോഴായാലും, MT വാസുദേവൻ നായർ വീട്ടിൽ വന്നപ്പോഴായാലും, കാവാലം നാരായണ പണിക്കർ വന്നപ്പോഴായാലും, കാവ്യാമാധവൻ വന്നപ്പോഴായാലും, നെടുമുടി വീട് വന്നപ്പോഴായാലും ഒക്കെ ആ അകത്തളത്തെ സംഗീത സാന്ദ്രമാക്കുകയും സ്നേഹത്തിൻ്റെ ഒരു വീട്ടകമായി മാറ്റുകയും ചെയ്യും. സത്യത്തിൽ ഒരു അനുഭവം എന്താണ് അമ്മ എന്ന് നമുക്ക് നിർവചിക്കാനാകാത്തതുപോലെ ഈ പാഠശാലയെക്കുറിച്ച് അനുഭവിച്ചറിയേണ്ടതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ആദ്യം ആരംഭിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ പാഠശാലയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്, തുടക്കം കുറിക്കുന്നത് എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ കുറിച്ച വരികളിലൂടെയാണ്. ഇങ്ങനെ ആരംഭിക്കാൻ നമുക്ക് മലയാള ഭാഷാ പാഠശാലയുടെ സംഗീതമായ സുമിത്ര രാജൻ ആ വരികൾ ചൊല്ലും. അതിൻ്റെ ആരംഭമായി ഞാനറിയുന്ന മലയാളം, എന്നെ അറിയുന്ന മലയാളം, ഞാനറിയുന്ന മലയാളം, എന്നെ അറിയുന്ന മലയാളം, എന്നെ ഞാനാക്കിയ മലയാളം, മധുരം മധുരം മലയാളം, മധുരം മധുരം മലയാളം. ഇനി എൻ്റെ അമ്മയെക്കുറിച്ച്. ഇളം ചുണ്ടിലാദ്യം മുലപ്പാലിനൊപ്പം കേൾക്കുന്ന ശബ്ദം അതാണെൻ്റെ അമ്മ. ഇളം പാദമാദ്യം ചവിട്ടുന്ന നേരം പതിക്കില്ല താഴെ പിടിക്കുന്നിടമ്മ. മടിത്തട്ടിൽ നിന്നും കളിക്കുന്ന നേരം ചടിക്കുന്ന കുഞ്ഞിൻ കളിപ്പാട്ടമമ്മ. തുടിക്കുന്ന വാത്സല്യദുഗ്ധം കുടിക്കും മനസ്സിൻ്റെ സ്നേഹാദ്ര സൗഭാഗ്യമമ്മ. പിടക്കുന്ന നെഞ്ചിൻ്റെ താളക്രമത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ രോമാഞ്ചമമ്മ. ഇതാണെൻ്റെ അമ്മ, ഇതാണെൻ്റെ നന്മ, ഇതാണെൻ്റെ ധർമ്മം, ഇതാണെൻ്റെ കർമ്മം. നമിക്കുന്നിടമ്മേ, ഭജിക്കുന്നിടമ്മേ, ജപിക്കുന്നിടമ്മേ സഹസ്രപ്രണാമം, ജപിക്കുന്നിടമ്മേ സഹസ്രപ്രണാമം. ഞാനറിയുന്ന മലയാളം, എന്നെ ഞാനാക്കിയ മലയാളം, എൻ്റെ അമ്മ. ശ്രീ സുമിത്ര എങ്ങനെയാണ് ഇത് പാഠശാലയുമായി സഹകരിക്കുന്നത്? എങ്ങനെയാണ്, എന്താണ് താങ്കളുടെ പ്രവർത്തനം അവിടെ? കലാസാംസ്കാരിക വിഭാഗം കൈകാര്യം ചെയ്ത് തന്നെയാണ് എൻ്റെ എന്തൊക്കെ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്? അവിടെ കൂടുതൽ വിദ്യാർത്ഥികളുണ്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സാംസ്കാരിക സദസ്സുകളാണോ സംഘടിപ്പിക്കുന്നത്? ഏത് രീതിയിലാണ് പ്രവർത്തനം? അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ പ്രധാനമായും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് കുട്ടികളുടെ കളിമുറ്റം എന്നൊരു പരിപാടിയാണ്. അതിൻ്റെ ആശയം അപരിചിതമായ വീട്ടിൽ കയറി ചെന്ന് ആതിഥേയരായി എങ്ങനെ തിരിച്ചു വരാം. ഓരോ മുറ്റങ്ങളിൽ വെച്ച് കഥ പറയുകയും വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് നാടകം അഭിനയിക്കുകയും വീട്ടിൻ്റെ അകത്ത് വീട്ടമ്മമാരോടൊപ്പം ചേർന്ന് എൻ്റെ കുട്ടികൾ പാട്ടുപാടുകയും ചെയ്യും. നേരെ കയറി ചെല്ലും വീട്ടകത്തേക്ക്. ആ വീട്ടകത്ത് കയറി ചെന്ന് അമ്മയോട് ചോദിക്കും, ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ വീട്ടിൽ മിക്ക വീടുകളിലും ആളുണ്ടാവില്ല, അമ്മ മാത്രം. മക്കളൊക്കെ എവിടെയൊക്കെയോ ആണ്. അപ്പോഴാണ് എൻ്റെ കുട്ടികൾ നേരെ വീട്ടകത്ത് കയറി ചെന്ന് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മയോടൊപ്പം ചേർന്ന് പഴങ്കഥ കേൾക്കുകയും പറയുകയും ചെയ്യും. നമ്മുടെ പഴമയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അനുഭവം അല്ലേ? നമ്മുടെ സംസ്കാരത്തിലേക്ക്
നമുക്ക് കൈമോശം വന്ന ജീവിത മൂല്യങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്നൊരു പരീക്ഷണമാണ് കുട്ടിയുടെ കളിമുറ്റം എന്ന പരിപാടിയിലൂടെ. അതും ഒരുപാട് വിശദീകരിച്ച് ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത രീതിയിലാണ് ആ കളിമുറ്റം എന്ന പരിപാടിയുടെ. നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ പാഠശാലയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നാടകം കളിക്കുന്നത് ഈ ഓരോ വീടുകളിലും പോയ അനുഭവങ്ങൾ വീട്ടുമുറ്റത്ത് വെച്ച് എല്ലാം കുഞ്ഞുമക്കൾ ചെയ്യാം. ഞാനിങ്ങനെ മാറി നിന്ന് ഒരു കാഴ്ചക്കാരനായി നിൽക്കുകയും കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവുകൾ, ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നത് അധ്യാപകൻ പഠിപ്പിക്കുന്നവരല്ല, പഠിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പൊതുവെ നമ്മുടെ സ്വഭാവം എന്താ, എല്ലാവരും അങ്ങോട്ട് പഠിപ്പിക്കാനാണ്. പഠിക്കാൻ ആർക്കും താല്പര്യമില്ല. നമ്മൾ കുട്ടികളെയൊക്കെ പഠിക്കുന്ന സമയത്ത് അത്ഭുതകരമായ അനുഭവമാണ് ഉണ്ടാവുന്നത്. ഒരു സ്കൂളിൽ ഞാൻ പോയി കുട്ടികളോട് കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത ചൊല്ലി. മനത്ത് മിന്നതെന്താണ്ടോ മകച്ചിത്തവളുടെ കണ്ണാണ്ടോ, നീറ്റ് കിടക്കണതെന്താണ്ടോ മനത്തെ മാണിക്യമുത്താണ്ടോ, പെണ്ണെന്ന് പറയണതെന്താണ്ടോ. ഞാനവിടെ നിർത്തിയിട്ട് കുഞ്ഞുമക്കളോട് UP സ്കൂളാണ് വരികൾ ഉണ്ടാക്കി ചൊല്ലാൻ. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒക്കെ വരി ഞാൻ പറഞ്ഞില്ല. കുട്ടിയോട് വരി ഉണ്ടാക്കി ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു കൊച്ചു മിടുക്കൻ ചാടി എണീറ്റ് പറഞ്ഞു, കാന്താരി മുളകിൻ്റെ വാണ്ടോ പൊന്നിന്റെ മറ്റൊരു പേരാണ്ടോ എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പാടിയത്. പക്ഷെ ഈ 5ാം ക്ലാസ് പഠിക്കുന്ന ജെയിംസ് പെട്ടെന്നാണ് എന്നോട് പറയുന്നത്, പെണ്ണെന്ന് പറയണത് എന്താണ്ടോ കാന്താരി മുളകിൻ്റെ വാണ്ടോ. തീർച്ചയായും നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലൊരു പഠന രീതി തന്നെയാണ് ആവശ്യമെന്നാണ്. ഇതാർക്കും വേണ്ട. നമ്മൾ തിയറിയിലൂടെയാണ് പലപ്പോഴും പ്രാക്ടിക്കലിലേക്ക് പോകുന്നത്. എന്റെ പഠന രീതി എന്ന് പറയുന്നത് കഥയിലൂടെ, കവിതയിലൂടെ, അഭിനയത്തിലൂടെ 2, 3, 4 മണിക്കൂർ നേരം 500ഓളം കുട്ടികളും ഞാനും ചേർന്നാണ് ഒരു പുതിയ രീതിയിൽ പ്രാക്ടിക്കലിലൂടെ ഇങ്ങനെ തിയറിയിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഇപ്പോൾ മലയാള ഭാഷ പഠനം സ്കൂളുകളിൽ നിർബന്ധമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവരുന്നു. അതുകൊണ്ട് മാത്രം അത് സഹായകരമാകും നമ്മുടെ ഭാഷയെ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. ഇത്രയും കാലമായിട്ട് മലയാള ഭാഷയെ ഞങ്ങളിതാ 1ാം ഭാഷയാക്കുന്നെന്ന് പറയുന്ന നാണക്കേടിന്റെ നടുവിലാണ് നിൽക്കുന്നത്. കേരളത്തിന് വെളിയിൽ മറ്റെവിടെയും കർണാടകം പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കില്ല, തമിഴ് പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കില്ല, ബംഗാളി പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കില്ല. മലയാളി മാത്രമാണ് മലയാളം പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഇപ്പൊ തുഞ്ചൻ പറമ്പിലോ അല്ലെങ്കിൽ മൂകാംബിയോ പോയി എന്ന് എഴുതുന്നു 3 വയസ്സായ കുഞ്ഞ്. എന്ന് അവിടെ യേശുദാസിന്റെ കൈകൊണ്ടോ MT വാസുദേവന്റെ കൈകൊണ്ടോ എന്ന് എഴുതിയിട്ട് പിന്നെ കുട്ടി 3 വയസ്സോട്ട് പഠിക്കുന്ന ആണ്. എന്ന അക്ഷരം അറിയുന്നൊരു കുട്ടിക്ക് ലോകത്തിൽ ഏത് ഭാഷയും അനായാസം പഠിക്കാൻ പറ്റും. ഞാനിപ്പോ ഈ മലയാള ഭാഷാ പാഠശാലയായിട്ട് ഗൾഫ് നാടുകളിൽ യാത്ര ചെയ്യുന്നു. അവിടുത്തെ മലയാളി കുട്ടികളോടൊപ്പം കഥ പറഞ്ഞ് യാത്ര ചെയ്യുന്നു. അവരൊക്കെ എത്ര പെട്ടെന്നാണ് മലയാളം പഠിക്കുന്നത് അറിയാമോ? നമ്മുടെ മലയാളിയുടെ മനസ്സ്, കേരളീയന്റെ മനസ്സ് മുഴുവനും മറുനാട്ടിലാണ്. അവന്റെ അകത്തേക്ക് എന്ത് പറ്റുന്നില്ല, ഈ ഭാഷ കയറുന്നേയില്ല. ഈ മാതൃഭാഷ നമുക്ക് കൈമോശം എന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഞാനിപ്പോൾ കാര്യമായി ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണോ, അതോ അത് സർക്കാർ തലത്തിൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാവാത്തതിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമൂലമായ പരിഷ്കരണം ഉണ്ടാവാത്തതിന്റെ പ്രശ്നം? കാരണം കാലങ്ങളായി നമ്മൾ ഒരേ രീതിയിലാണ് പഠനം നടത്തിക്കൊണ്ടുവരുന്നത്. അതിലൊരു മാറ്റം എന്ന രീതിയിൽ DPP പോലുള്ള സംഗതികളൊക്കെ വന്നു. അതുകൊണ്ടൊന്നും ഗുണമുണ്ടായില്ല എന്ന് തന്നെയാണോ താങ്കൾ വിലയിരുത്തുന്നത്? ഉപരിപ്ലവമായ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല എന്ന് ഉറപ്പാണ്. അടിസ്ഥാനപരമായി കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഒരു സംസ്കാരത്തെ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാനുള്ള ഒരു തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. നമുക്കെന്താ അറിയുമോ, കേരളീയന്റെ പൊതു സ്വഭാവം അവരെപ്പോഴും കാണാത്ത ഒരു പൊങ്ങച്ച സഞ്ചിയുമായി എപ്പോഴും യാത്ര ചെയ്യുന്നത് നമുക്ക് കെട്ടിക്കളിച്ചതാണ്. ഉള്ളിൽ തട്ടിയ ജീവിത നന്മയോട് മുഖാമുഖം നോക്കിക്കൊണ്ട് എങ്ങനെയാണ് നല്ല രീതിയിലൊരു യാത്ര നടത്തേണ്ടതൊന്നും നമുക്ക് ചിന്തയില്ല. നമുക്ക് മുഴുവൻ എക്സിബിഷനാണ്. എല്ലാം ഇങ്ങനെ കെട്ടിക്കാഴ്ചയായിട്ട് കാണിക്കാൻ മാത്രമേ നമുക്ക് ആവൂ. തീർച്ചയായും സമാന്തര ഗുരുകുലം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മലയാള പാഠശാല ഒരു മാതൃകയാക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ താങ്കൾ ഒരു പ്രമുഖ നാടകകൃത്ത് കൂടിയാണ്. ഉദയസംക്രാന്തി പോലുള്ള തങ്ങളുടെ നാടകങ്ങൾ വിവിധ ഭാഷകളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജഡായു പോലുള്ള നാടകങ്ങളെല്ലാം ഏറെ പ്രശസ്തമായിട്ടുണ്ട്. ഇപ്പോഴും താങ്കളുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണോ? ഒപ്പം തന്നെ ഈ പാഠശാലയിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നതിൽ പിന്നെ നാടകത്തിനോട് കുട്ടികൾക്ക് ഒരു താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. ഈ പാഠശാലയിലൂടെ അതുകൂടി ഒന്ന് നന്നാക്കി എടുക്കാൻ താങ്കൾ ശ്രമിക്കുന്നുണ്ടോ? ദൃശ്യമാധ്യമങ്ങൾ വന്നുകൊണ്ട് നാടകത്തിനോട് മാത്രമല്ല ജീവിതത്തോട് പോലും വെറുപ്പ് വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയോ, നമ്മളെ മാധ്യമങ്ങൾ നമ്മളെ കാണിക്കുന്നത് ആരും കാണാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്.
ഇപ്പോൾ അസംബ്ലിയിൽ ഒരു വാർത്ത വായിക്കാൻ നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ രാവിലത്തെ പത്രം എടുത്ത് വെച്ച് ഏത് വാർത്തയാണ് വായിക്കുക? പ്രഭാതവേലി വരാന്തയ്ക്കിപ്പുറം വന്നു വീഴുന്ന വർത്തമാന പത്രം നിവർത്തി നോക്കാൻ പോലും നാം ഭയപ്പെടുകയാണ്. അതിൽ നിറയെ ചോരയും കണ്ണീരും തലച്ചോറും അഴിമതിയുടെ കഥകൾ. എന്താണ് നമുക്ക് വായിച്ചു കൊടുക്കാനുള്ളത്? അപ്പൊ നിങ്ങൾ ഈ മാധ്യമങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്താ? ഇതാണ് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത്. കാണാൻ ആഗ്രഹിക്കുന്നതാണോ കാണിച്ചു കൊടുക്കുന്നത്? നാടകത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? നാടകത്തിന്റെ പ്രവർത്തനം തന്നെ ഞാനിത് പറയുന്നത്. ഈ മാധ്യമങ്ങളിലൂടെ എനിക്കിത് പറയാൻ പറ്റും. ഞാനൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിൽ ലോകം അറിയണ്ടേ? എന്റെയൊക്കെ മനസ്സിൽ നോവുന്ന നോവ് എന്റെ നാടകങ്ങളിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്, എന്റെ ഉദയസംക്രാന്തി എന്ന നാടകം ഞാൻ അവതരിപ്പിക്കുന്നത് കസേരകളിയാണ്. പ്രധാന കഥാപാത്രം കസേരയാണ്. ഈ കസേരക്ക് വേണ്ടിയുള്ള മത്സരമാണ്. അത് 1000-ഓളം വേദികൾ വിവിധ ഭാഷകളായിട്ട് ഈ നാടകം അവതരിപ്പിച്ചു. അത്ഭുതകരമായ രീതിയിലുള്ള റെസ്പോൺസാണ് അതിനെനിക്ക് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒട്ടേറെ മേഖലകളിലൂടെ ഈ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നാടകങ്ങളിലൂടെയായാലും കവിതയിലൂടെയായാലും കഥയിലൂടെയായാലും എൻ്റെ മനസ്സ് മുഴുവനും തീർച്ചയായും താങ്കൾക്ക് അത് കഴിയട്ടെ. ശ്രീ ടി.പി. ഭാസ്കർ പൊതുവെ താങ്കളെ പോലുള്ള ആളുകളാണെന്ന് തോന്നുന്നു നമ്മുടെ സമൂഹത്തിന് കൂടുതൽ ആവശ്യം. ശ്രീമതി സുമിത്ര രാജൻ, താങ്കൾ ഒരു ഗായിക കൂടിയാണ്. ഒരു പാട്ടോട് കൂടി നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കും. തീർച്ചയായും. രാജഹംസമേ മഴവിൽ കൂടി സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ. വളരെ നന്ദി ശ്രീ സുമിത്ര രാജനൊപ്പം തന്നെ ശ്രീ ടി.പി. ഭാസ്കർ പൊതുവെ. തീർച്ചയായും താങ്കളുടെ മലയാള ഭാഷാ പാഠശാല എല്ലാവർക്കും മാതൃകയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം നന്ദി മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥികളായി എത്തിയത്. വളരെ സന്തോഷം. മോർണിംഗ് റിപ്പോർട്ടറിൽ